ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? കഴിഞ്ഞ ദിവസം ഞാൻ മടിയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തായിരുന്നു. അതിലെനിക്ക് കിട്ടിയ റെസ്പോൺസ് എന്ന് പറയുന്നത് ഒത്തിരി മെസ്സേജസ് ആയിരുന്നു. പക്ഷേ ഞാൻ കണ്ടൻറ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ആദ്യമായിട്ട് എൻ്റെ ഒരു വീഡിയോയ്ക്ക് ഇത്രയും കമൻസ് കിട്ടുന്നു. അതിലൂടെ എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ മാത്രമല്ല ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നത്, ഒത്തിരി ആൾക്കാർ എൻ്റെ ഒപ്പം ഉണ്ടെന്ന്. ഈ മടിയെന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് ചെറിയൊരു ശീലമെന്ന് തോന്നുമെങ്കിലും അത് നമ്മുടെ ജീവിതത്തെ പതുക്കെ പിന്നോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ തടസ്സമാണ്. ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളെ നാം മാറ്റി നാളെയോ മറ്റന്നാളത്തേക്കോ ഇങ്ങനെ ആക്കുന്ന ശീലം തുടർന്നാൽ പല പ്രശ്നങ്ങളും നമുക്കുണ്ടാകും. നമുക്ക് കിട്ടുന്ന അവസരങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ജോലിയായാലും നമ്മുടെ ബിസിനസ്സായാലും ലഭിക്കാവുന്ന എല്ലാ നല്ല അവസരങ്ങളും നമ്മുടെ കൈവിട്ടു പോകും. അങ്ങനെ വരുമ്പോൾ സമ്മർദ്ദവും വിഷമവും വർദ്ധിക്കുവാൻ തുടങ്ങും. മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടുമ്പോൾ ആശങ്ക അങ്ങ് കയറാൻ തുടങ്ങും. മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പം നമ്മുടെ ആത്മവിശ്വാസം നമ്മുടെ കയ്യിൽ നിന്ന് പോവാൻ തുടങ്ങും. ആത്മവിശ്വാസം പോയി കഴിയുമ്പോൾ പിന്നെ അങ്ങോട്ടേക്ക് നമ്മുടെ ആരോഗ്യവും പിന്നെ നമ്മൾ അങ്ങോട്ട് ഡിപ്രസ്ഡും ആവാൻ തുടങ്ങും. ഇതെല്ലാം കൂടി അങ്ങോട്ട് ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും നമ്മളൊരു വലിയ ബിഗ് സീറോയാണെന്ന്. അതുകൊണ്ട് തന്നെ ഈ മടിയെ മാറ്റിയെടുക്കാത്ത പക്ഷം നമ്മുടെ ജീവിതം പിന്നോട്ട് പോവുക തന്നെ ചെയ്യും. എന്നാൽ ഇന്ന് തന്നെ ഒരു ചെറിയ മാറ്റം ആരംഭിച്ചാൽ നാളത്തെ വിജയം നമുക്ക് ഉറപ്പാക്കാൻ സാധിക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ആദ്യത്തെ ഒരാഴ്ച കുഴപ്പമില്ലാതെ അങ്ങ് കടന്നു പോകും. അത് കഴിയുമ്പോഴത്തേക്കും ശങ്കരൻ വീണ്ടും തെങ്ങിന്മേൽ തന്നെ എന്ന് പറഞ്ഞ പോലെയാവും. നിങ്ങളും അങ്ങനെ തന്നെയാണോ? വളരെ കഷ്ടപ്പെട്ട് മടിയെ എങ്ങനെയെങ്കിലും ഓവർകം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് ചെയ്തു വരുമ്പോഴത്തേക്കും ഒരാഴ്ച ഒരു കുഴപ്പമില്ലാതെ എങ്ങനെ പോകും. പിന്നെ വീണ്ടും നമ്മൾ ആ പഴയ രീതിയിലേക്കാവും. ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഞാൻ ഒരു ട്രയലും കൂടി നോക്കാമെന്ന് വെച്ചു. അതിനാദ്യം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ കാര്യങ്ങളാക്കിയിട്ട് ഓരോ വർക്ക്സിനെയും ഡിവൈഡ് ചെയ്യുക എന്നതാണ് ആദ്യം ചെയ്തത്. പിന്നീട് നമ്മൾ ഒരു ദിവസം പ്രൊഡക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യാൻ തുടങ്ങി. തലേ ദിവസം തന്നെ അടുത്ത ദിവസം പിറ്റേന്ന് നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അതെല്ലാം എഴുതി വെച്ച് സെറ്റാക്കി വെക്കാൻ തുടങ്ങി. പിന്നെ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും നമുക്ക് അത് തന്നെ അങ്ങ് ഫോളോ ചെയ്ത് പോയാൽ മതിയല്ലോ. പിന്നെ മാറ്റി വെക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. മൊബൈൽ ഫോണിന് നോട്ടിഫിക്കേഷൻ എല്ലാം ഓഫ് ചെയ്ത് വെച്ച് നെറ്റും ഓഫ് ചെയ്ത് ഏതെങ്കിലും ഒരു മൂല കൊണ്ടുപോയി അങ്ങ് വെക്കണം. പിന്നെ അത് കുറേ സമയത്തേക്ക് എടുക്കാനേ പോകരുത്. നമ്മൾ സ്ക്രോളിങ് ഒരു തവണ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എത്ര മണിക്കൂറുകളാണ് നഷ്ടപ്പെടുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് പിന്നീട് നാളെ മറ്റന്നാൾ എന്നൊക്കെ പറയുന്ന ഇത് മാറ്റി എല്ലാം ഇപ്പോൾ തന്നെ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മനോഭാവം നമുക്ക് വളർത്തിയെടുത്തേ പറ്റൂ. മടിയെ ജയിക്കാൻ വലിയ മാറ്റങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ ഇന്ന് മുതലേ ആരംഭിക്കുക എന്ന തീരുമാനം ഏറ്റവും വലിയ മാറ്റമുണ്ടാക്കും. ഇന്ന് ചെയ്യാനുള്ളത് നാളത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നഷ്ടപ്പെടുന്നത് സമയം നമുക്ക് പിന്നെ തിരിച്ച് ലഭിക്കുകയില്ല. എത്രയൊക്കെ മോട്ടിവേറ്റ് ചെയ്താലും ഒരു ആഴ്ച കഴിയുമ്പോഴത്തേക്കും മടി തിരിച്ചു വരും. അപ്പോൾ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിച്ചേ പറ്റൂ. സോ വീണ്ടും മടി വരുമ്പോൾ മറ്റുള്ളവരുടെ പരിഹാസവും മാറ്റി നിർത്തലും ഓർത്താൽ തന്നെ മതി. നമ്മളൊരു ബിഗ് സീറോ അല്ലെന്നും ഇവിടെ മടി കാണിച്ചിരുന്നാൽ പിന്നീട് അങ്ങോട്ട് ജയിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ നഷ്ടപ്പെടുത്തുന്ന സമയം നമുക്ക് ഒരിക്കലും തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കി സ്വയം മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. എപ്പോഴെല്ലാം നമ്മുടെ മുമ്പിലേക്ക് മടി കടന്നു വരുന്നു ആ സമയത്തെല്ലാം നമ്മൾ സ്വയം മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നേ പറ്റുള്ളൂ. നമ്മൾ ഇവിടെ വീക്കായി നമ്മൾ വീണ്ടും തളർന്ന് മറ്റുള്ളവരും ഉയർന്നു പോകുന്നത് നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമ്മളിരിക്കും അവരുയർന്നു പൊയ്ക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ജയിക്കണമെങ്കിൽ നമ്മൾ നമ്മളോട് തന്നെ പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരുന്നേ പറ്റൂ. അപ്പം നമുക്ക് ഈ മടിയെല്ലാം മാറ്റി വെച്ചിട്ട്
രക്ഷപ്പെടാൻ നോക്കാം. വീണ്ടും മടി നമ്മളെ തേടി വരും. അപ്പോഴെല്ലാം അതിനെ ചവിട്ടി നമുക്ക് പുറത്താക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നൊന്നും പറയുന്നില്ല. ഇത് ഒരു സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ വേണ്ടി ചെയ്തൊരു വീഡിയോവുമല്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.